ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹാനോക്ക് എടുത്തത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒരിക്കലൊരു ദേവദാസൻ പറഞ്ഞു, ഞാൻ ജോലി രാജിവെച്ച് മുഴുസമയ ശുശ്രൂഷയിൽ പ്രവേശിച്ചപ്പോൾ ദൈവത്തോടൊപ്പം നടക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി. ലോകവും അതിൻ്റെ മഹത്വവും എന്നെ ആകർഷിച്ചില്ല. 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ഇപ്പോൾ രാവിലെ ദൈവസന്നിധിയിലേക്ക് ഓടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു ഭക്തൻ പറഞ്ഞു, പാപങ്ങൾ എന്നെ കീഴടക്കാതിരിക്കാൻ എല്ലാ ദിവസവും മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ കാൽക്കലിരുന്ന മറിയയും ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അത് തന്നിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടില്ല എന്ന് ലൂക്കോസ് 10-ാം അധ്യായം 42-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ദൈവസന്നിധിയിൽ താമസിച്ച് ദൈവത്തോടൊപ്പം നടന്ന ഹാനോക്കിനെ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ദൈവമേ നീ വളരേണം, ഞാനോ കുറയണമെന്ന്. അതുപോലെ തന്നെ ക്രിസ്തു അവനിൽ വർദ്ധിക്കുകയും അവനെ പൂർണ്ണമായും നിറയ്ക്കുകയും ചെയ്തതുപോലെ ഹാനോക്ക് കുറയുകയും ചെയ്തു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്ന ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു എന്ന് ഗലാത്യർ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ക്രിസ്തുവിൽ പൂർണ്ണത കൈവരിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ആത്മീയ രൂപമാണിത്. നിന്നെ കാണുന്നവർ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, കരുണ, ദയ, അനുകമ്പ, വിശുദ്ധി, ആത്മീയ ദാഹം എന്നിവ നിങ്ങളിൽ നിറഞ്ഞിരിക്കണം. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിങ്ങളുടെ ഗുണങ്ങൾ പ്രകടമാകണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ പൂർണ്ണത കൈവരിക്കാൻ കഴിയൂ. ദൈവത്തോടു കൂടെ നടക്കുന്നവർ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടും. കാഹളനാദത്തിങ്കൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ താമസിക്കുമ്പോൾ അവനെ ഉയർത്തിയതുപോലെ ക്രിസ്തുവിന്റെ വരവിൽ അവർ രൂപാന്തരപ്പെടുകയും കർത്താവിനെ മേഘങ്ങളിൽ കണ്ടുമുട്ടുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും ഉറങ്ങുകയില്ല, എന്നാൽ നാം എല്ലാവരും മാറും. ഒരു നിമിഷം കൊണ്ട് കണ്ണിമ വെട്ടുമ്പോൾ അവസാന കാഹളത്തിൽ കാഹളം മുഴങ്ങും. മരിച്ചവർ അക്ഷയരായി ഉയർക്കപ്പെടും, നാം രൂപാന്തരപ്പെടും. കാരണം ഈ ദ്രവത്വം അക്ഷയത ധരിക്കണം, ഈ മർത്യൻ അമർത്യത ധരിക്കണം. ഇത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 24-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 11, 12, 13 അധ്യായങ്ങൾ. വൈകുന്നേരം യാക്കോബ് 1-ാം അധ്യായം. ആമേൻ.